നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുത്തശ്ശിയോടുള്ള വാക്ക് പാലിക്കാൻ മാത്രമല്ല ഞാൻ എന്റെ മോളെ തിരക്കി ഇറങ്ങിയത്. എനിക്ക് അവളെ കിട്ടണം, കിട്ടേ പറ്റൂ. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ഈ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലിൽ രാത്രി ഒളിച്ചു കയറിയത്? മാഡം പറയടാ. എന്നെ ഇങ്ങനെ തല്ലല്ലേ, ഞാൻ സത്യം പറഞ്ഞോട്ടെ. എനിക്ക് പറയാനായിട്ടൊരു അവസരം എന്താ? അതെ, പറച്ചിലൊക്കെ നിങ്ങൾ ലോക്കപ്പ് ചെന്നിട്ട് ഇപ്പൊ നിനക്ക് വേണ്ടത് നല്ല ഇടിയാ. ഇവൻ ഇവിടെ താമസിക്കുന്ന ആ മൈഥിലി മാഡത്തിനെ നിരന്തരം ശല്യപ്പെടുത്തുന്ന. ആഹാ, അത് ശരി. അവളുടെ കാമുകനാണോ നീ? എങ്കിൽ നിന്റെ സകല വാരിയല്ലേ ഞാൻ ഊരും. എന്നെ കയ്യോങ്ങറായോടാ നീ. നിക്ക് നിക്ക്, കൈകൊണ്ട് ഇടിച്ചാലൊന്നും അവനെ ഏക്കത്തില്ല. ഇതുകൊണ്ട് ഇടിക്കവനെ. മൈഥിലി, നിന്റെ ശത്രു ഇതിനകത്തോട്ട്, ആ മീനാക്ഷി. മീനാക്ഷിയോ? അതെ. എടോ, എന്നെ ഒന്ന് വിടടോ, എനിക്ക് ചിലത് പറയാനുണ്ട്. മിണ്ടാതിരിക്കടാ. അടങ്ങി നിക്കടാ അവിടെ. വിടാൻ. മൈഥിലി, ആ മീനാക്ഷി. മിണ്ടരുതെന്നല്ലടാ നിന്നോട് പറഞ്ഞത്. ഇനി നീ നാവനയ്ക്ക, നിന്റെ നാവ് എറിഞ്ഞ് ഞാൻ ഒപ്പിടും. മൈഥിലി, ഒരു മണ്ടനാ, ലക്ഷണം കെട്ടവനാ. എന്ത് ധൈര്യത്തിലടാ നീ ഹോസ്റ്റലിലേക്ക് കയറിയത്? ഇവനെ കൊല്ലണോ? മീനാക്ഷി ഇവനോടെ കണ്ടിട്ടുണ്ട്. അത് മൈഥിലി അറിയാൻ പാടില്ല. മൈഥിലി, ആ മീനാക്ഷി. ആ, മീനാക്ഷി മാത്രമല്ലടാ, ഇതിനകത്ത് തങ്കമണിയുണ്ട്, വിശാലാക്ഷിയുണ്ട്, ത്രേസ്യാമയുണ്ട്, ശോശാമയുണ്ട്, പിന്നെ കനിമൊഴിയുണ്ട്. ഇതിനകത്തുള്ള സകല പെണ്ണുങ്ങളുടെ പേരും നിനക്ക് മനപ്പാടം അല്ലടാ? മൈഥിലി, ഞാൻ പറയുന്നത് നീയെങ്കിലും ഒന്ന് വിശ്വസിക്കും. ആ മീനാക്ഷി ഇതിനകത്ത് കേറിയിട്ടുണ്ട്. മൈഥിലി, ഇവൻ നൈസായിട്ട് ഇവിടെ മീനാക്ഷി മീനാക്ഷി എന്ന് പറയുന്നതാ. മീനാക്ഷിയുടെ പേരും പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ച് നിന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോകാൻ ഇവന്റെ ശ്രമം അല്ലേടാ? നിന്റെ കൊച്ചിനെ വേണോ അല്ലേ? നിന്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരില്ലടാ, വൃത്തികെട്ടവനെ. മൈഥിലി, മിണ്ടരുത് നീ. വൈശാലേ, ഇനി അവനെ തല്ലണ്ട. ഇനി അടിച്ചവൻ ചത്തുപോകും. നമുക്ക് പോലീസിനെ വിളിക്കാം. പിടിക്ക. ആ, ഹലോ, പോലീസ് സ്റ്റേഷൻ. മാഡം, ഇവിടെ നിക്കാം. ഇവിടെ ആവുമ്പോ പെട്ടെന്ന് ആരും ശ്രദ്ധിച്ചൊന്നും വരില്ല. ഈ ഹോസ്റ്റലിലുള്ള പല പെൺകുട്ടികളും എന്നെ കണ്ടിട്ടുണ്ട്. ആ വൈശാഖ വന്നതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടതാ. ഇവിടെ ഉള്ളവരുടെ ശ്രദ്ധയെല്ലാം അങ്ങോട്ട് തിരിഞ്ഞു. അവൻ ആ വൈശാഖ വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സെക്യൂരിറ്റിയുടെ പിടിയിലായേനെ. നീ ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേട്ടാലേ ആകെ കുഴപ്പാവും.
കണ്ട ആ മൈഥിലി തിരിച്ചറിയില്ലേ? ഞാൻ പർദ്ദ ഇട്ടിരിക്കുന്നോണ്ട് ഏയ് അതുകൊണ്ട് ഒരു ഫലവുമില്ല. എന്നെ കണ്ട കൂടെ ഉള്ളത് അമ്മ തന്നെയാണെന്ന് അവൾ ഊഹിക്കും. ആ പോലീസുകാരി കൃപയാണെങ്കിൽ എന്നെ ഇനി ഇതിനകത്ത് കണ്ടുപോരുതെന്നാ പറഞ്ഞു വിട്ടിരിക്കുന്നെ. ഇനി ഈ പർദ്ദ ഇട്ടുകൊണ്ട് നിന്നാലും അവർക്ക് എന്നെ മനസ്സിലാവും. എല്ലാം ആകെ കുഴഞ്ഞല്ലോ മോളെ. ആ മൈഥിലിയുടെ മുറിയില് ഇനി എനിക്കും കഴിയാൻ പറ്റില്ല. അവൾക്ക് സംശയം തോന്നില്ലേ? ഞാനാ ഈ പ്ലാൻ കൊണ്ടുവന്നെങ്കിലും ഇപ്പൊ ഇത് വല്ലാത്തൊരു റിസ്ക് ആയി തോന്നാം. തൽക്കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോയാലോ മോളെ? എന്താ അമ്മ ഈ പറയുന്നേ? എന്റെ കുഞ്ഞിനെ കൂടാതെ ഞാൻ തിരിച്ചു പോവാനോ? മുത്തശ്ശിയോടുള്ള വാക്ക് പാലിക്കാൻ മാത്രമല്ല ഞാൻ എന്റെ മോള് തിരക്കിറങ്ങിയത്. എനിക്ക് അവളെ കിട്ടണം, കിട്ടേ പറ്റൂ. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കുഞ്ഞിനെ കിട്ടാതെ വന്ന ഈ മീനാക്ഷി പിന്നെ ജീവിച്ചിരിക്കില്ല. മോളെ, എന്റെ മോള് കരയല്ലേ? എന്തായാലും നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ? ഇനി നമ്മള് വൈകമോളൻ കൊണ്ടേ പോവൂ. ഒരൈഡിയ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ കാര്യം വർക്കൗട്ട് ആയാലേ കൃപയുടെയും മൈഥിലിയുടെയും മുറിയിൽ നമുക്ക് പേടി കൂടാതെ നിൽക്കാനും വിവരങ്ങൾ ചോർത്തിയെടുക്കാനും കഴിയും. ആ പ്ലാൻ എന്താണെന്ന് അമ്മ അത് എന്നോട് പറയാം. പറയാം. ഇപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ വേഷം ഇതൊന്ന് തിരിച്ചിട്ടാലോ? മൈഥിലി പറ്റിക്കാം. അവള് പർദ്ദ അണിഞ്ഞ ആളെ നേരി കണ്ടിട്ടില്ല. കൃപയ്ക്കാണെങ്കിൽ പർദ്ദയ്ക്കുള്ളിലുള്ളത് ആരാണെന്നും അറിയില്ല. ഗുഡ് ഐഡിയ അമ്മേ, നമുക്കിത് ചെയ്യാം. അവിടുത്തെ കാര്യങ്ങളൊന്ന് കഴിഞ്ഞോട്ടെ. നിങ്ങൾ ആരും കരുതുന്ന പോലെ അല്ല. ഞാൻ ഈ വനിതാ ഹോസ്റ്റലിലേക്ക് ആരെയും കാണാൻ വന്നതല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.